guys, welcome back to my channel. അപ്പോൾ ഹൈബ്രോസ് എങ്ങനെ നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ ചൊരച്ചെടുത്ത് വടിച്ചെടുക്കാന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാ 1 രൂപയുടെ ആണോ 1 രൂപയാണോ 2 രൂപയാണെന്ന് അറിയില്ല, ഒരു ബ്ലൈഡ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരു നല്ല പോലെ തന്നെ ഹൈബ്രോസ് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് പാർലറിൽ പോയിട്ട് ത്രെഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിന് ത്രെഡ് ചെയ്യുന്ന സമയത്ത് നല്ല വേദനയാണ്. ആ വേദന സഹിച്ച് കണ്ണിക്കൂടെ വെള്ളമൊക്കെ ഒഴുക്കിയിട്ട് ഞാനും കുറേ എടുത്തിട്ടുണ്ട്. ഈ ഒരു ട്രിക്ക് പഠിച്ചതിന് ശേഷം ഞാൻ പിന്നെ പാർലറിലേക്കേ പോയിട്ടില്ല ത്രെഡ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇനി നേരെ ത്രെഡ് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇതേപോലത്തെ ബ്ലേഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഹൈബ്രോസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു ട്രിക്കാണ് കാണിച്ചു തരുന്നത്. അത് ഈ ഒരു ട്രിക്ക് കാണിക്കുന്നതിന് മുന്നേ ഞാൻ പറയാം, കിളികളുടെ നാദം കൊഞ്ചൽ പോലെയാണ്. ഇങ്ങനെ കലവില 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 എന്ന് കളിച്ചുകൊണ്ടിരിക്കലാണ് അവരുടെ പണി. ഞാൻ കണ്ടലിലേക്ക് കിടക്കാണ്. അപ്പോൾ ഈ ഒരു ബ്ലേഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ ഹൈബ്രോസ് വീട്ടിൽ തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ പാർലറിലൊന്നും പോകാണ്ട് നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നത് കേട്ടോ. അല്ലെങ്കിൽ വേറൊരു ബ്ലേഡ് ഉണ്ട്, ആ ബ്ലേഡ് ഞാൻ ഇവിടെ കൊടുക്കാം. ആ ഒരു ബ്ലേഡ് വെച്ചിട്ടാണെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ബ്ലേഡ് വെച്ചിട്ടാണ്. കാരണം ഈ ഒരു ബ്ലേഡ് വെച്ച് ചെയ്ത് എനിക്ക് ആ സുഖം അങ്ങോട്ട് പറ്റി ഗൈസ്. അതുകൊണ്ട് എനിക്ക് വേറൊരു ബ്ലേഡ് വെച്ച് ചെയ്യാൻ ഇപ്പോൾ തോന്നണില്ല. ആദ്യം ഞാൻ പൗഡർ സെറ്റ് ചെയ്തിട്ട് ഇടുമായിരുന്നു, എന്നിട്ടാണ് ഇങ്ങനെ എടുക്കല്. പക്ഷെ ഇപ്പൊ ഞാൻ പൗഡർ യൂസ് ചെയ്യുന്നില്ല. പൗഡറിന് പകരം വേറെ ഒരു കാര്യമാണ് യൂസ് ചെയ്യുന്നത്. പൗഡർ ഇട്ടിട്ട് ഈ ബ്ലേഡ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വടിച്ചെടുക്കായിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് 2 ദിവസം കഴിഞ്ഞാൽ എനിക്ക് അപ്പം നെറ്റുമ്പോൾ ഇവിടെ ഓരോരോ പിമ്പിൾസ് ഇങ്ങനെ ഗുരുനാഥന്മാർ വരും. അപ്പൊ എൻ്റെ ഉമ്മ പറയലാണ് കേട്ടോ, കുരുക്കളിനെ ഗുരുനാഥന്മാരെന്ന്. അപ്പൊ അങ്ങനെ ഗുരുനാഥന്മാർ വരും. അതുകൊണ്ട് തന്നെ പൗഡറിന് ട്രിക്ക് അങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ ഇപ്പൊ വേറെയിലേക്കാണ് മാറിയത്. അപ്പൊ അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം പിന്നെ എനിക്ക് കുരുക്കളും നെറ്റിയിൽ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. പീരിയഡ്സിന്റെ സമയമൊക്കെ ആവാറാകുമ്പോൾ നമ്മുടെ മുഖത്തും അതുപോലെ തന്നെ നെറ്റിയിലെ കുരുവില്ല. അതേപോലെ യൂഷ്വലി വരാറുണ്ട്. എന്നാൽ ഹൈബ്രോ എടുക്കുമ്പോൾ ഇങ്ങനെ വരല് കുറവായിട്ടുണ്ട്. ഇല്ല കേട്ടോ, അതാണ്ടില്ലേ നെറ്റിയിൽ കുരുക്കളൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾ ഈ ഇതൊന്നും ചെയ്ത് നോക്കാട്ടോ. അപ്പം എല്ലാവർക്കും അറിയണ്ടാവുമെന്ന് എനിക്കൊന്നും അറിയില്ല, പക്ഷെ ഞാൻ ഇതാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നേ ഉള്ളൂ. വലിച്ചു നീട്ടാണെങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു ബ്ലേഡ് വെച്ചിട്ട് നമ്മുടെ ഹൈബ്രോ ഒക്കെ ചരച്ച് കളയാൻ പോവാണ്. അപ്പം നേരെ വീഡിയോയിലിട്ട് കിടക്കാം. ഇത് ജിഞ്ചിൻ ജാക്കറ്റി നമ്മുടെ അലോവേര ജെല്ലാണ്. അപ്പോൾ ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിയ അലോവേര ജെല്ലാണെങ്കിൽ ഒരു ഗ്രീൻ കളർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ജിഞ്ചിൻ ജാക്കറ്റ് ഞാൻ തന്നെ ഉണ്ടാക്കിയത് കൊണ്ടാണ് വൈറ്റ് കളർ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് കുറച്ച് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഞാൻ വാട്ടറി കൺസിസ്റ്റൻസി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരുപാട് ജെല്ലാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമുക്കിത് നേരെ അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഈ അടപ്പിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഹൈബ്രോസിന് ചുറ്റായിട്ട് ഈ കണ്ണിന്റെ മുകളിൽ ഈ ഭാഗത്തായിട്ട് നമ്മൾ നല്ലപോലെ അപ്ലൈ ചെയ്യാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഹൈബ്രോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹൈബ്രോന്റെ ലെവല് അതിന്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഹൈബ്രോ പെൻസിൽ വെച്ചൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് മാത്രം ഈ ഒരു ബ്ലേഡ് വെച്ചിട്ട് നിങ്ങളൊന്ന് ചൊരച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ ഷേപ്പൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ 1-2 ആഴ്ചക്ക് നമ്മൾ പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല, വീട്ടിൽ സുഖമായിട്ടിരിക്കാം. അപ്പം എന്തായാലും ഇത് ഹൈബ്രോസ് വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം മാത്രം ബ്ലേഡ് വെച്ചിട്ട് ഒന്ന് ചൊരക്കാൻ നോക്കുക. അപ്പം നമുക്കൊന്ന് ചൊരപ്പിന്റെ പണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ നമ്മൾ മേലേക്ക് പിടിച്ചിട്ട് സ്കിന്നിലോട്ട് ഇത് ഈ ബ്ലേഡ് ഇങ്ങനെ കുത്തി ഇറക്കല്ല വേണ്ടത്, ഇങ്ങനെ നമ്മുടെ സ്കിന്നിന്റെ പുറത്തേക്ക് കൂടെ ഇങ്ങനെ 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 ആക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇവിടെ ഈ താഴെ ഭാഗത്തും ഇതേപോലെ ശ്രദ്ധിച്ചെടുക്കണം. ഹൈബ്രോവും അതുപോലെ തന്നെ ഈ ഒരു ഹൈബ്രോവിന്റെ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവും, കണ്ടില്ലേ? പിന്നെ ഓരോരുത്തരുടെ ഹൈബ്രോസിന് ഓരോ ഷേപ്പ് ഉണ്ടാവും. നമ്മുടെ ജന്മന ഓരോ ഷേപ്പ് ഉണ്ടാവും. ആ ഒരു ഷേപ്പിൽ നിന്ന് നമുക്ക് മാറ്റി പിടിക്കാനൊന്നും പറ്റില്ല. നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ 2 കോർണറും നല്ല ഒപ്പം തന്നെ എടുക്കണം. അതിന് നമ്മൾ മെയിനായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ മൂക്കിൻ്റെ ഈ ഒരു ഇതുണ്ടല്ലോ, ഇത് കറക്റ്റായിട്ട് ഇവിടെ നിന്ന് നമ്മൾ എടുക്കുക. അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ലെവലിലേക്ക് എടുക്കുക. അപ്പോൾ കറക്റ്റ് ആയിരിക്കും കേട്ടോ. ചിലവർക്ക് ഇവിടെ നിന്ന് തന്നെ ഹൈബ്രോസ് സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ കുറച്ചും കൂടി നീങ്ങിയിട്ടായിരിക്കും ഹൈബ്രോസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അവർ അതിൻ്റെ ആ ഒരു ലെവലിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ മൂക്കിൻ്റെ കറക്റ്റ് ലെവലാണ്. ഹെയർ ഈ നടുഭാഗത്തുണ്ടല്ലോ, അവിടെ എനിക്ക് നല്ലപോലെ വളരലുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ നല്ലപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കുകയാണ്. ഈ ഒരു ഹൈബ്രോ നമ്മളിപ്പോൾ എടുത്തതാണ്, ഇത് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നില്ലേ? നമ്മുടെ സാധാ ഒരു ചീപ്പ് ഉണ്ടാവുമല്ലോ വീട്ടിൽ, അത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ഈ സൈഡൊന്ന് ഇങ്ങനെ ചീവി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചീവി കൊടുത്തിട്ട് ഒരു കത്രിക ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന്
എക്സ്ട്രാ ആയിട്ട് വന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ എടുത്ത ആ ലെവലിലേക്ക് തന്നെ നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കണം. അടുത്ത ഹൈബ്രോ കൂടെ ഒന്ന് ഞാൻ ചരച്ചെടുത്തിട്ട് വരാം. 2 ഹൈബ്രോസും എടുത്തിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട്. ഒരു മുറിയോ പാടോ ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. കുറേ വേദനയൊക്കെ സഹിച്ചിട്ട് ഇങ്ങനെ കണ്ണും പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട ഗൈസ്, അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. പുതിയ ഷേവിംഗ് ബ്ലേഡ് ഇല്ലേ, അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സാധാ വീട്ടിലുള്ള ഈ ഒരു ബ്ലേഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഹൈബ്രോസ് ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ആയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ഓളാക്കി വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോസ് കാണാൻ വേണ്ടി പറ്റും. പുതിയ ട്രിക്ക് എന്തൊക്കെ പഠിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ അതുപോലെ ഈ ചാനൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.